പുലരിമഴയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്. ഒരു ഗാനം ആലപിച്ചുകൊണ്ട് തന്നെ സുരേഷ് സാറും ഞാനും തുടങ്ങാൻ പോവുകയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ശ്രീ ഇഞ്ചക്കാട് ബാലേന്ദ്രൻ സാറ് മലയാള കാവ്യരംഗത്തെ സുപ്രധാനമായ ഒരു ഒറ്റമരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ശ്രീ ഇഞ്ചക്കാട് ബാലേന്ദ്രൻ സാർ. കാരണം അശ്വാരൂഢൻ എന്ന സിനിമയിൽ ഒറ്റ പാട്ട് എഴുതിയിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഒരുപാട് നാടൻ പാട്ടുകളുടെ സൃഷ്ടികർത്താവാണ് അല്ലേ സുരേഷ് സാർ? അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആലപിച്ച ആ ഗാനം ഇന്ന് ഈ പുതിയ തലമുറ 2026 ആശങ്കയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അതോ ഇനി മറ്റ് ഗ്രഹങ്ങൾ തേടേണ്ടി ഞങ്ങൾക്ക് വരുമോ എന്ന്. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കായലുകൾ, നമ്മുടെ കുളങ്ങൾ, കേരളത്തിൽ ഇപ്പോൾ എത്രയോ പെട്ടെന്ന് പുലരിമഴയിലേക്ക് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം സുരേഷ് സാറ് പറയുന്നതായിരിക്കും. ഒരു ചോദ്യം എന്ന് പറയപ്പെടുന്നത് ഞാൻ ഉന്നയിക്കുന്നു: കേരളത്തിൽ എത്ര നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു? സാറേ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഇഞ്ചക്കാട് ബാലേന്ദ്ര സാറ് ഇങ്ങനൊരു കവിത എഴുതി. പക്ഷെ ഈ കവിത മലയാളത്തിൽ നമ്മളെല്ലാം സ്വീകരിക്കുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ അത് ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഈ കവിത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ഈ കവിത ലോകം മൊത്തം ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. പുലരിമഴയിലേക്ക് ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതും അല്ലേ സുരേഷ് സാർ, ഇഞ്ചക്കാട് ബാലേന്ദ്ര സാറിനെ പറ്റിയായിരുന്നു. അദ്ദേഹം എഴുതിയ ചെറിയ കവിത. കാരണം പണ്ട് ഒരു നമുക്കറിയാമല്ലോ സാർ, ശ്രീ മേതിൽ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു, ഒരു കുഞ്ഞു ശലഭത്തിന്റെ ചിറകടി മറ്റ് മേഖലയിലെ കൊടുങ്കാറ്റായി മാറും എന്ന്, അല്ലെ? മേതിലിന്റെ ഹൈക്കു കവിതയിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇഞ്ചക്കാട് ബാലേന്ദ്ര സാർ എഴുതിയ ഒരു ചെറിയ കവിത. പക്ഷെ ആ കവിത കൊടുത്തിരിക്കുന്ന ഈണം, ആ കവിത കൊടുത്തിരിക്കുന്ന ആശങ്ക, ആ കവിത മലയാളത്തിനും കേരളത്തിനും വെളിയിലുമുള്ള ലോകത്തിന് കൊടുത്തിരിക്കുന്ന ആകാംക്ഷ അത് വളരെ വലുതാണ്. ഈ കവിത വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി എഴുതുമ്പോൾ അന്ന് അത്രയേറെ ഈ കവിത പോപ്പുലാരിറ്റി അന്നില്ലായിരുന്നല്ലോ. പക്ഷെ ഇതിന് ഇത്രയേറെ ജനശ്രദ്ധ ആകർഷിച്ചത് ഈ കവിത നിൽപ്പ് സമരം എറണാകുളത്ത് വെച്ച് നടത്തിയപ്പോഴും ഈ നിൽപ്പ് സമരത്തില് എന്തോടെ പേര്, രശ്മി സതീഷ്, ഈ കവിത നിൽപ്പ് സമരത്തിന് അനുകൂലമായിട്ട് വന്നു നിന്നുകൊണ്ട് ഈ കവിത ഒന്ന് ചൊല്ലിയപ്പോഴാണ് ഇത് ലോകം മൊത്തം ഏറ്റെടുത്തത്. അപ്പോഴാണ് ഈ കവിതയുടെ വരികൾക്കിടയിലൂടെ പോകുന്ന ചില ചോദ്യശരങ്ങളും ഒക്കെ മലയാളികൾ ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് കവിത എത്ര ഡെപ്താന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അന്നേരമാണ്. കാരണം അത് ഈ രശ്മി സതീഷ് കവിത ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു ശാരീരിക ഭാഷയും കൂടി ഈ കവിതയിൽ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് അത്രയേറെ വിജയിച്ചത്. മാത്രമല്ല ഈ കവിതയുടെ ആഴം പിന്നീട് ക്ലാസ് റൂമുകൾ ഏറ്റുവാങ്ങി, അധ്യാപകർ ഏറ്റുവാങ്ങി, ലോകം ഏറ്റുവാങ്ങി കഴിഞ്ഞു. അദ്ദേഹം ഉന്നയിച്ചൊരു വലിയ പാരിസ്ഥിതിക ചോദ്യമുണ്ട്: ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അതോ മറ്റൊരു ഗ്രഹങ്ങളിൽ നമുക്ക് ചേക്കേറേണ്ടി വരുമോ എന്നാണ്. പക്ഷെ ശ്രദ്ധിക്കുക, കേരളത്തിൽ എന്തെല്ലാമാണ് പ്രശ്നം എന്നറിയില്ല. പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശാസ്താംകോട്ട കായലാണ്, ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമല്ലേ ശാസ്താംകോട്ട കായൽ? അതെ. ഈ കായലിന്റെ സംരക്ഷണം, അതിന് വിവിധ മാർഗങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. കേരളത്തെ പിടിച്ചുലച്ച ഒരുപാട് പ്രക്ഷോഭങ്ങൾ, നമ്മൾ സത്യാഗ്രഹ പന്തൽ കെട്ടി മാസങ്ങളോളം ഇരുന്ന സമര പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് സുമേഷ് സാർ ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ ഈ ശോചനീയാവസ്ഥ ഇന്നും നിലനിൽക്കുന്നത്? സാർ വളരെ ശരിയാണ് സാറ് പറഞ്ഞത്. കാരണം ശാസ്താംകോട്ട കായൽ എന്ന് പറയപ്പെടുന്ന ഒരു കായൽ മുത്തശ്ശിയാണ്. കായൽ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം
എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ കുന്നുകൾക്ക് നടുവിൽ ജനിച്ച കായൽ മുത്തശ്ശി. ഈ കായൽ മുത്തശ്ശിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതുവരെ വേനലാകുമ്പോൾ നാക്ക് പറ്റുന്ന ഒരു കായൽ മുത്തശ്ശി, വർഷകാലമാകുമ്പോൾ നന്നായി നിറഞ്ഞ എല്ലാവർക്കും മുല ചുരുത്തുന്ന കായൽ മുത്തശ്ശി. പക്ഷേ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, അത് ഏതുമായിക്കോട്ടെ, എന്തെല്ലാം ചെയ്തു അല്ലെങ്കിൽ എന്തെല്ലാം സേവന പദ്ധതികൾ ആവിഷ്കരിച്ചു എന്ന് എനിക്ക് സുരേഷ് സാറിനോട് ചോദിക്കാനുണ്ട്.